സുഹൃത്തുക്കളെ, നിലമ്പൂരിലെ ഏറ്റവും അവസാനത്തെ ട്രെൻഡ് എന്ത്? അതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിലമ്പൂരിൽ നിങ്ങൾക്കറിയാം, ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. 4 കക്ഷികൾ മത്സരിക്കുന്നു. പി വി അൻവറിൻ്റെ സാന്നിധ്യം അവിടെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പല സാധ്യതകൾ ചേർത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാന ഭാഗം വരെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു വ്യക്തത വരാൻ സാധിക്കുക. ഓരോ മുന്നണിയെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ് സാധ്യതകൾ ആദ്യം പറഞ്ഞാൽ, ഇടതുമുന്നണിയെ സംബന്ധിച്ച് നെഗറ്റീവ് ഉള്ളത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ആണ് എന്നുള്ളതാണ്. അതവിടെയുണ്ട്, തീർത്തും ഇല്ലാതെ ഒന്നുമില്ല. പക്ഷേ അതിനെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥി. സ്വരാജ് നമ്മൾ പൊതുവെ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്വരാജിനെ അല്ല നിലമ്പൂരിൽ കാണുന്നത്. കുറച്ച് പ്രസന്നവദനായി നന്നായി സൗമ്യമായി സംസാരിക്കുന്ന ഒരു സ്വരാജ്. എലക്ഷൻ ടാറ്റിക്സ് തന്നെയാണ് സ്വരാജിൻ്റെ ഒരു കടുകട്ടിയായ അതിതീവ്രമായ പല മറുപടികളൊന്നും മാധ്യമപ്രവർത്തകരോട് പോലും നടത്തുന്നില്ല. അത് സ്വരാജ് ബോധപൂർവം അങ്ങനെ ഒരു തന്ത്രം എടുത്തിരിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മാധ്യമ വിമർശനം എന്തുകൊണ്ട് മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ടോ, പലപ്പോഴും മാധ്യമങ്ങളെ വിമർശിച്ചിരുന്ന ആളെ ഇവിടുത്തെ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്നത് വരെ മാധ്യമപ്രവർത്തകർ കണ്ടു. അതിനോടൊക്കെ സ്വരാജ് നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം UDF സ്ഥാനാർത്ഥിയുടെ സാധ്യതകളാണ്. തീർച്ചയായും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് തന്നെയാണ് അവിടെ അനുകൂലമായി, UDF അനുകൂലമായി വരുന്നത്. വളരെ ഗംഭീരമായ മിഷണറി പ്രവർത്തനം ഒരു മിഷണറി എന്ന നിലയിൽ തന്നെ UDF നടത്തുന്നു. VD സതീശൻ എന്ന ഇലക്ഷൻ ക്യാമ്പയിനർ പല മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചതുപോലെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ UDF സംഘടനാ സംവിധാനത്തെ അവിടെ വലിയ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു. ഷാഫി പറമ്പിലിനെ പോലുള്ള യുവനിര താരങ്ങൾ ഇറങ്ങി നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വളരെ വേഗത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടൊരു തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതവിടെ UDF പോസിറ്റീവായി നിൽക്കുന്ന ഘടകം. PV അൻവറിനെ സംബന്ധിച്ച് 9 കൊല്ലം അവിടുത്തെ ജനങ്ങളുമായി അത്രയധികം ഇടപഴകിയ MLA ആണ്. യാന്ത്രികമായി നിന്നൊരാളല്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളാണ്. അവർക്ക് വേണ്ടി രാജിവെച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞു പോയൊരു കാര്യം. മാത്രവുമല്ല, ഈ ജനങ്ങളെ വ്യക്തിപരമായി സഹായിക്കുന്നതിലടക്കം PV അൻവറിന് വലിയ റോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ മുസ്ലിം സമുദായത്തിലുള്ള ബന്ധങ്ങൾ, ആഴത്തിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം അവിടെ പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ച് വലിയ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കേവലം 8000 വോട്ട് മാത്രം പിടിച്ചൊരു മണ്ഡലമാണത്. BJP അല്പം കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും പ്രബലമായ സഭയായ മർത്തോമ സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ BJP നിർത്തുമ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള സാധ്യതകൾ. എന്താണ് ഇനി സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റായി ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ യൂസഫ് പത്താൻ്റെ റോഡ് ഷോ അടക്കം കണ്ട് വലിയൊരു തരംഗമുണ്ടാക്കി. അൻവർ ഇടയ്ക്ക് പിന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു ഒരു ഘട്ടത്തിൽ നടന്നിരുന്നത്. പക്ഷേ കൃത്യമായി പറയാൻ സാധിക്കുന്ന അൻവർ അവിടെ ഗംഭീരമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് താഴെത്തട്ടിൽ അൻവറിൻ്റെതായ ഇടങ്ങളിൽ അൻവർ പോയി പണിയെടുക്കുന്നുണ്ട്. അതുകൂടാതെ റോഡ് ഷോ പോലുള്ള വലിയ പരിപാടികൾ, ഇപ്പോൾ യൂസഫ് പത്താനെ ഇറക്കിയുള്ള പരിപാടിയും അതിഗംഭീരമായി തന്നെ അൻവർ അവിടെ സംഘടിപ്പിക്കുന്നു. നോക്കൂ, KMCC, അതായത് മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ്, KMCC അവിടെ നടത്തിയ പരിപാടിയിൽ ഫലത്തിൽ PV അൻവറിനെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിനെ ക്ഷണിച്ച നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിപാടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്തു വന്നിരിക്കുന്ന വാർത്ത. നോക്കൂ, മുസ്ലിം ലീഗിലൊരു അതൃപ്തിയുണ്ട് എന്ന് പരസ്യമായി വ്യക്തമാകുന്ന സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാവരും തന്നെ അതിശക്തമായ രംഗത്തുണ്ട്. പക്ഷേ താഴെ തട്ടിൽ ലീഗിൻ്റെ പ്രവർത്തനം എത്രത്തോളം നടക്കുന്നു? ഒരു കാലുവാരൽ രാഷ്ട്രീയം. ലീഗ് ആര്യാടൻ ഷൗക്കത്തിനെ ഭയപ്പെടുന്നുണ്ടോ? ആര്യാടൻ ഷൗക്കത്തിൻ്റെയും ആര്യാടൻ്റെയും ഭൂതകാലം, ഒപ്പം തന്നെ ആര്യാടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിനുമപ്പുറത്തേക്ക് സമസ്തയുടെ എതിർപ്പ് വന്നത് UDF ക്യാമ്പിനെ അല്പം ഉലച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടുത്തെ പൾസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സുന്നി വിഭാഗം, ഇപ്പോൾ അരിവാൾ സുന്നികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാന്തപുരം വിഭാഗം സ്വാഭാവികമായിട്ടും LDF അനുകൂലമായി പലപ്പോഴും നിൽക്കാറുള്ളതാണ്. LDF മലപ്പുറം ജില്ലയിൽ പല വിജയങ്ങൾ സമ്മാനിച്ചതിൽ അവരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തൊട്ടിപ്പുറത്തുള്ള സമസ്തയുടെ വോട്ടുകൾ ഒരു പരിധിവരെ പരമ്പരാഗതമായി UDF കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. പക്ഷേ സമസ്തയിലൊരു സ്പ്ലിറ്റ് ഉണ്ടാകുകയും, അതാണല്ലോ ഇപ്പോൾ ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം, ജമാഅത്തെ ഇസ്ലാമിക്ക് UDF ചേർന്ന് നിൽക്കുന്ന സാഹചര്യം, ഇതിലെല്ലാം അടിമുടി
UDF പ്രതിക്കൂട്ടിലായി, പ്രതിസന്ധിയിലായി. അത് VD സതീശൻ്റെ പ്രസ്താവന തന്നെയാണ് വലിയ തിരിച്ചടിയായത്. VD സതീശൻ ചൂണ്ടിക്കാണിച്ചത് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടന അല്ല എന്നുള്ളതാണ്. പക്ഷേ സമസ്തയുടെ നേതാക്കൾ ഇതാ മറുപടി കൊടുത്തത് എങ്ങനെയാണ് പരസ്യമായി കൊടുത്തത്? സമസ്ത ഒരു വർഗീയ സംഘടനയാണ്, ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് തുറന്നടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു കാണേണ്ടത്. അതേപോലെ സ്കൂളിൻ്റെ സമയമാറ്റം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പാണ് എന്ന് അവർ പറയുമ്പോൾ കാര്യങ്ങൾ UDF അല്പം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പൊതുവെ ഒരു ചിത്രം വരുന്നത്. പക്ഷേ UDF അതിഗംഭീരമായി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF ക്യാമ്പിന് അല്പം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അൻവറുമായി ചർച്ചയ്ക്ക് പോയത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ കഴിഞ്ഞ ദിവസത്തെ പെട്ടി നാടകം ഫലത്തിൽ നടക്കുമ്പോൾ അതെല്ലാവരും ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് UDF നേതാക്കളുടെ വാഹനത്തിൽ, ഏത് വാഹനത്തിലാണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പരിശോധന നടത്തിക്കൂടെ, ഇവർക്ക് എന്താ കുമ്പുണ്ടോ എന്നതാണ്. പരിശോധന നടത്തിയതിനെ ഷാഫി പറമ്പിൽ എതിർക്കുന്നില്ല. പക്ഷേ പിന്നീട് നിങ്ങൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കില്ല. പക്ഷേ ആ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ UDF സാധിച്ചില്ല. VD സതീശൻ ഒരു അത്യാക്ഷം മിണ്ടാതെ പോയതും നമ്മൾ കണ്ടതാണ്. അതായത് ആ വിവാദം മുന്നോട്ട് കൊണ്ടുപോയാൽ തിരിച്ചടിയാകും. ഉണ്ടാക്കിയത് തന്നെ ഡാമേജാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടുത്തെ ഷോ ഡാമേജ് ഉണ്ടാക്കി എന്ന വിലയിരുത്തൽ UDF എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. സതീശൻ്റെ മൗനത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ദിവസം വലിയ കത്തിക്കേണ്ടതല്ലേ. നോക്കൂ, പാലക്കാട് പെട്ടി വിവാദം ഉണ്ടായപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. ആ പാതിരാത്രി മുഴുവൻ മാത്രമല്ല, തൊട്ടടുത്ത ദിവസം അടക്കം വലിയ മാർച്ചുകൾ, വലിയ പ്രതിഷേധങ്ങൾ, അങ്ങനെ ആ ദിവസം മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയത് ആ വിഷയം ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളതാണ്. BJP ഒരു വലിയ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പുറമേ പറയാൻ കഴിയുന്നില്ല. പക്ഷേ BJP അവരുടെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പല ഘട്ടത്തിൽ അവിടെ പോയി നിൽക്കുന്ന സാഹചര്യമുണ്ട്. BJPയെ സംബന്ധിച്ച് അവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ്. പാർട്ടി വോട്ട് ചോരാതിരിക്കുക, കുറച്ച് ഈ മാർത്തോമ വോട്ടുകൾ കൂടി നേടിയെടുക്കുക. അങ്ങനെ ഒരു 10,000-ന് മുകളിലേക്ക് വോട്ട് നേടിയാൽ അവർ ഹാപ്പിയാണ്. 8,000-ന് താഴേക്ക് പോകാതിരുന്നാൽ തന്നെ അവർ ഹാപ്പിയാണ്. 10,000-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ BJP സ്ഥാനാർത്ഥിക്ക് ബോണസാണ്. അത് 12,000 കടന്നു പോയി കഴിഞ്ഞാൽ BJPക്ക് അതൊരു വലിയ ചരിത്രമാണ് അവിടെ. കാരണം 12,000 BDJ സ്ഥാനാർത്ഥി അവിടെ ഏറ്റവും കൂടുതൽ നേടിയിരുന്ന വോട്ടുകൾ. അപ്പോൾ അങ്ങനെ നേടില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. പ്രത്യേകിച്ച് ഒരു പുതിയ സ്ഥാനാർത്ഥി മർത്തോമ സഭയിൽ നിന്നുള്ള ആ മേഖലയിൽ പ്രാദേശികമായി സ്വാധീനമുള്ള, നമുക്ക് കേരളത്തിലൊന്നും അറിയുന്ന നേതാവല്ല, പക്ഷേ പ്രാദേശികമായി സ്വാധീനമുള്ള നേതാവാണ് എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആകമൊത്തം തുകയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ വിഷയം പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഫാക്ടർ അൻവർ മത്സരിക്കുന്നു. അൻവർ ഉഴപ്പിയല്ല മത്സരിക്കുന്നത്, അൻവർ വോട്ട് പിടിക്കും എന്നുള്ളതാണ്. അൻവർ വോട്ട് പിടിക്കുന്നത് ഈ സമസ്തയിലെ അടക്കം വിവിധ വിഭാഗങ്ങളുടെ വോട്ടുകൾ അൻവർ കൂടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പരസ്യ പിന്തുണ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കോർ വോട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ആകെ 13,000 വോട്ടേ അവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി കൂടെ കൂട്ടിയതിലൂടെ UDF മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ട് നഷ്ടമാകുന്നു. മറ്റ് മുസ്ലിം സംഘടനകൾ ഒരു പരിധിവരെ അൻവറിലേക്ക് പോയില്ലെങ്കിൽ പോലും അത് സ്വരാജിലേക്ക് പോകാൻ കുറച്ചിടതു ചായ്വ് സമസ്തയിലെ വിവിധ വിഭാഗങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത് സ്വരാജിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അവിടെ പല നീക്കുപോക്കങ്ങളും മുഖ്യമന്ത്രി അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് അൻവർ ഒരു 15,000 വോട്ട് വരെ പിടിച്ചാൽ UDF കാര്യം അവിടെ ഗോവിന്ദ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ആകെ മൊത്തം എടുത്താൽ എല്ലാ മുന്നണികളും അതിശക്തമായ പ്രകടനം നടക്കുമ്പോഴും ഇത്തരം ഫാക്ടറുകളായിരിക്കും അവിടെ നിർണായകമാകുക. നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം UDF ഒട്ടും അവിടെ സാറ്റിസ്ഫൈഡ് അല്ല. ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള പ്രതികൂല ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്കൊരു അവസാന പ്രവചനത്തിൽ, ഈ ഘട്ടത്തിലെ പ്രവചനത്തിൽ സ്വരാജിനൊരു മുൻതൂക്കം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. അതിനുമപ്പുറത്തേക്ക് വോട്ടിംഗ് പാറ്റേൺ, എത്ര ശതമാനം വോട്ട്, ഏത് മേഖലയിലെ വോട്ടുകൾ, ഇതൊക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയാൻ 19-ാം തീയതി ഇലക്ഷൻ്റെ ശതമാന കണക്കുകളടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഓരോ കേന്ദ്രങ്ങൾ തിരിച്ചുകൊണ്ടുള്ള സാധ്യതകൾ നമ്മൾ ആ ഘട്ടത്തിൽ പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്, അത് കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.